തമിഴ്നാട്ടിലെ ദളപതി വിജയുടെ സർക്കാർ താഴെ വീഴുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സംഭവം വേറൊന്നുമല്ല, ദളപതി വിജയുടെ TVK സർക്കാരിനുള്ള പിന്തുണ വിടാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അതിനകത്തുള്ള ഒരു പാർട്ടി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. CPM ആണ് തമിഴ്നാട്ടിൽ ദളപതി വിജയുടെ ആ ഒരു സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. നേരത്തെ തന്നെ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ പറഞ്ഞത് 6 മാസത്തെ സമയം മാത്രമാണ് ദളപതി വിജയുടെ ഈ സർക്കാരിന് ഉള്ളത് എന്നുള്ളതാണ്. അതിനകം ഈ സർക്കാർ താഴെ വീഴും എന്നും സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ CPM അവരുടെ പിന്തുണ വിടാൻ ഒരുങ്ങുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം AIADMKയിലെ MLA മാർ തമിഴ്നാട്ടിലെ ഈ ദളപതി വിജയുടെ സർക്കാരുമായി ചേരാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത CPMനെ അത്ര രസിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ സുഖിപ്പിച്ചിട്ടില്ല. ഇത് കാരണമാണ് അവർ ദളപതിയുമായുള്ള തങ്ങളുടെ ആ ഒരു കൂട്ടുകക്ഷി വിടാൻ ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് തമിഴ്നാട്ട് സർക്കാരിനെ ഉലയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് AIADMK ആ ഒരു കക്ഷിയുടെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ MLA മാർ ദളപതിയുടെ സർക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ CPMന്റെ വിട്ടുപോക്ക് വലിയ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു നാശം ആ പാർട്ടിക്ക് ഉണ്ടാക്കില്ല. പാർട്ടി അധികാരത്തിൽ നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട്ടിൽ പ്രധാനമായും ചർച്ചയാകുന്നത്, തമിഴ്നാട്ടിൽ ഉപരി രാജ്യമെമ്പാടും ചർച്ചയാകുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ടത്തരത്തിനെ ചൊല്ലിയാണ്. ഇത് കോൺഗ്രസ് അണികൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ അച്ഛനായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ മരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം LTT തീവ്രവാദികളായിരുന്നു. ഈ തീവ്രവാദികളുടെ തലവനാണ് വേലുപ്പിള്ള പ്രഭാകരൻ. ഈ വേലുപ്പിള്ള പ്രഭാകരൻ്റെ അനുസ്മരണത്തിൽ വിജയ് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിജയ് വേലുപ്പിള്ള പ്രഭാകരൻ്റെ അനുസ്മരണത്തിൽ പങ്കെടുക്കുമ്പോൾ, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കുമ്പോൾ, അവിടെ വിജയ്ക്ക് പിന്തുണ കൊടുക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. ഇത് വലിയ രീതിയിലുള്ളൊരു അവമതിപ്പ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യമെമ്പാടും രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.